നമ്മൾ സിനിമ കാണുമ്പോൾ ഒരുപാട് ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം സിനിമയാണ്, റിയാലിറ്റിയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ലോജിക്ക് നോക്കാറുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്നാലും അതല്ലല്ലോ. ഉദാഹരണത്തിന് 1965 കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായമില്ലാതെ ചെമ്മീൻ സിനിമയുടെ ക്ലൈമാക്സിൽ ഉൾക്കടലിൽ സ്രാവിനെ പിടിക്കാൻ പോയി ചുഴിയിൽ അകപ്പെട്ടു പോകുന്ന സത്യൻ മാഷിന്റെ സീൻ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തു, ഇതുള്ളതാണോ എന്നൊക്കെ ചിന്തിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സിനിമ കണ്ടപ്പോൾ ലോജിക്കലി നമുക്ക് സംശയം തോന്നിയ സംഭവങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇന്ത്യൻ 2 ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ശങ്കർ സിനിമയാണ് ഇന്ത്യൻ 2. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യൻ 2. എന്നാൽ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ട്രെയിലറും ടീസറും വന്നപ്പോൾ എല്ലാവരും ലോജിക്കലി ചിന്തിച്ച ഒരു സംശയമാണ് കമൽഹാസന്റെ വയസ്സ്. കാരണം ഇന്ത്യൻ സിനിമയിൽ കമൽഹാസൻ അവതരിപ്പിച്ച സേനാപതി എന്ന കഥാപാത്രത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. എന്നാൽ ഇന്ത്യൻ 2 വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം 106 വയസ്സാണ്. എന്നാൽ 106 വയസ്സുള്ള സേനാപതി എന്ന കഥാപാത്രം കൊടൂര ഫൈറ്റുകളാണ് ചെയ്യുന്നത്. ഇരുന്നും പറന്നും ചാടിയുമൊക്കെ ഫൈറ്റ് ചെയ്യാൻ 106 വയസ്സുള്ള വ്യക്തിക്ക് കഴിയുമോ എന്ന് ലോജിക്കലി നമുക്കും സംശയം തോന്നിയേക്കാം. എന്നാൽ ഈ ഒരു ലോജിക്കൽ സംശയത്തിന്റെ ഉത്തരം സംവിധായകൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കമൽഹാസൻ അവതരിപ്പിക്കുന്ന സേനാപതി എന്ന കഥാപാത്രം കളരി ഉൾപ്പെടെ ആയോധന കലകളിൽ അഗ്രഗണ്യനാണ്. മർമ്മമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. എന്നാൽ സേനാപതിയെ പോലെ വയസ്സായിട്ടും ഫൈറ്റ് ചെയ്യുന്ന ചില ആളുകൾ ഈ ഭൂമിയിലുണ്ടെന്നാണ് സംവിധായകനായ ശങ്കർ പറയുന്നത്. അത്തരത്തിലൊരാളാണ് ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ലുസി ജിയാൻ. ലുസി ജിയാൻ ചൈനയിലെ ആയോധന കലയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 119 വയസ്സ് വരെ ഒരേ സമയം 10ലധികം ആളുകളുമായി അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഒരുപാട് ആയോധന കലകളിൽ മാസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഭക്ഷണം, യോഗ, മെഡിറ്റേഷൻ എന്നിവ കൃത്യമായി ജീവിതത്തിൽ ചെയ്തിരുന്നു. ഒരു നേരമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. 119 വയസ്സുള്ള ലുസി ജിയാന് തന്റെ ഈ പ്രായത്തിലും ഇത്ര ആരോഗ്യത്തോടെ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിബിലിറ്റിയാണ്. നിങ്ങളൊരു മാസ്റ്റർ ആണെങ്കിൽ, ജീവിതത്തിൽ അച്ചടക്കം പുലർത്തുന്ന ഒരാളാണെങ്കിൽ വയസ്സൊരു പ്രശ്നമല്ല. ലുസി ജിയാനെ പോലെ എത്ര പ്രായത്തിലും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ശങ്കർ പറയുന്നത്. കാരണം സേനാപതി എന്ന കഥാപാത്രത്തിന്റെ ഭക്ഷണശൈലിയും ആരോഗ്യവും ആയോധന കലയുമെല്ലാം ലുസി ജിയാനെ പോലെ തന്നെ അദ്ദേഹം കൃത്യമായി നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ലോജിക്കലി നമുക്കുണ്ടാകുന്ന സംശയത്തിന്റെ ഉത്തരമാണ് ഇന്ത്യൻ 2 സേനാപതി എന്ന കഥാപാത്രം. CID മൂസ 2003 പുറത്തിറങ്ങിയ ദിലീപ് സിനിമയാണ് CID മൂസ. ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ട സമയത്ത് നമ്മളെ ഒരുപാട് ആകർഷിപ്പിച്ച് കൊതിപ്പിച്ച ഒന്നാണ് CID മൂസയിലെ ദിലീപിന്റെ കാറ്. ഒരുപാട് സെറ്റിംഗ്സും ഫീച്ചേഴ്സുമുള്ള ഈ ഒരു കാർ സ്വന്തമാക്കണമെന്ന് ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാറിലെ തുളയും മുളകുപൊടിയും ഗോലിയും ഓയിലും ഉൾപ്പെടെ ഒരുപാട് ഡിഫൻസിംഗ് എക്യുപ്മെന്റ്സ് ഉള്ള ഈ കാർ ശരിക്കും ഉള്ളതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. സിനിമയിൽ ദിലീപിന്റെ കാറായി ഉപയോഗിച്ചിരിക്കുന്നത് ഡോഡ്ജ് കിങ്സ്വേ എന്ന കാറാണ്. ഒരു കാറിൽ ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ഫിറ്റ് ചെയ്ത് ഇറക്കുക എന്നുള്ളത് ലോജിക്കലി പോസിബിൾ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ ചിന്തിച്ചിരുന്നത് വാസ്തവത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു കാറിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തതായിരിക്കാം ഇതൊക്കെ എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അത് അങ്ങനെയല്ല. സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കാറിൽ ഒരു സ്പെഷ്യൽ സെറ്റിംഗ്സോ ഫീച്ചേഴ്സോ ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. കാരണം സിനിമയിൽ കാറിൽ നിന്നും ഗോലിയും മുളകുപൊടിയും ഓയിലും എല്ലാം വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം ഈ കാറിനുള്ളിൽ പ്രത്യേകം സെറ്റ് ചെയ്തതായിരിക്കില്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ വാസ്തവത്തിൽ നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിനിമയിൽ കാറിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് കാണിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അത് കാറിൽ നിന്നല്ല കാണിക്കുന്നത്. പകരം ഒരു ഡമ്മി കാറിന്റെ പിൻഭാഗം ഉണ്ടാക്കി അതിൽ ഈ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ച ശേഷം അത് മാത്രം ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. മുളകുപൊടിയും ഓയിലും ഗോലിയും എല്ലാം വരുന്നതായി ഷൂട്ട് ചെയ്തത് വർക്കിംഗ് മോഡൽ പോലെ കാറിന്റെ പിൻഭാഗം മാത്രം സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഉപകരണത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സംശയം ഉണ്ടായേക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും ഇതെല്ലാം വരുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ എന്ന്. അവിടെയാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൈ കൊടുക്കേണ്ടത്. കാരണം ആ ഒരു കാറിന്റെ പിൻഭാഗത്തിന്റെ ഒരു ഡമ്മി പോർഷൻ ഉണ്ടാക്കി അത് മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം വണ്ടിയിൽ നിന്നും റോഡിലേക്ക് വീഴുന്നതായി കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി ആ സിനിമ ഒന്ന് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ യഥാർത്ഥ കാറും അതിന്റെ കൂടെ കാറിന്റെ ഡമ്മി പോർഷൻസ് ഉണ്ടാക്കിയ മറ്റൊരു വണ്ടിയുടെ പിൻഭാഗവും കാണാൻ കഴിയും. പിന്നീട് സിനിമയിൽ ഇത് വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം കാറിൽ നിന്നും വന്നതാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ എഡിറ്റിംഗിലെ ഒരു മാജിക്കാണ് വാസ്തവത്തിൽ CID മൂസയിലെ കാർ സ്പെഷ്യൽ സെറ്റിംഗ്സ് ഉള്ള കാറാണെന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ ഇടയാക്കിയത്. എന്തൊക്കെയാണെങ്കിലും ഒരു കാലത്ത് നമ്മളെല്ലാവരും ഈ ഒരു കാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ. എന്തിരൻ
2010 പുറത്തിറങ്ങിയ മറ്റൊരു ശങ്കർ സിനിമയാണ് എന്തിരൻ. എന്തിരൻ സിനിമ റിലീസ് ആവുന്നതിന് മുൻപായി ഒരു പാട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഈ പാട്ട് കണ്ട ഇന്ത്യക്ക് പുറത്തുള്ളവരും സർവോപരി ഇന്ത്യക്കാരുമെല്ലാം കണ്ണു തള്ളി വാ പൊളിച്ചുപോയി. കാരണം വേറൊന്നുമല്ല, എന്തിരൻ ടീം പുറത്തുവിട്ട പാട്ടിൽ കാണാൻ കഴിഞ്ഞത് സാക്ഷാൽ മാച്ചു പിച്ചു. സിനിമയിലെ കിളിമഞ്ചാരം എന്ന പാട്ടിലാണ് മാച്ചു പിച്ചു ആളുകൾ കണ്ടത്. ഇതാണ് എല്ലാവരെയും കണ്ണു തള്ളി ഞെട്ടിക്കാനിടയാക്കിയ സംഗതി. കാരണം മാച്ചു പിച്ചുവിൽ പോയി ഒരു ഇന്ത്യൻ സിനിമ ഷൂട്ട് ചെയ്യുക എന്നത് സ്വപ്നത്തിൽ പോലും നടക്കാത്തൊരു സംഭവമാണ്. എന്തിനു പറയാൻ, ജെയിംസ് ബോണ്ടിന്റെ ഹോളിവുഡ് സിനിമ പോലും മാച്ചു പിച്ചുവിൽ ഷൂട്ടിംഗ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു തമിഴ് സിനിമ 100 കണക്കിന് ആളുകളുമായി പോയി മാച്ചു പിച്ചുവിൽ ആദ്യമായി ഒരു പാട്ട് മുഴുവൻ ഷൂട്ട് ചെയ്തത്. ഹോളിവുഡ് സിനിമയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് എങ്ങനെ സാധിച്ചുവെന്ന് എത്ര ചിന്തിച്ചിട്ടും ആർക്കും ആ കാലത്ത് പിടികിട്ടില്ല. ഇത് ശരിക്കും ഉള്ളതാണോ അതോ VFX ചെയ്തതാണോ എന്നൊക്കെ പലരും ഒരു കാലത്ത് അഭിപ്രായപ്പെട്ടു. കാരണം ലോജിക്കലി അവിടെ പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാച്ചു പിച്ചു എന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ്. സൗത്ത് അമേരിക്കയിലെ പെറുവിലുള്ള ഈ ഒരു സ്ഥലം ലോകാത്ഭുതങ്ങളിൽ ഒന്നായി പലരും ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അവിടെ ആളുകൾക്ക് പോകാൻ തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോഴാണ് 200ഓളം ടീം അവിടെ പോയി ഒരു പാട്ട് മുഴുവൻ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതുമാത്രമല്ല, ആ സമയത്ത് പെറു ഗവൺമെന്റ് അവിടെ വരാൻ ആർക്കും പെർമിഷൻ കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹോളിവുഡ് സിനിമ ഉൾപ്പെടെ ആർക്കും തന്നെ അവിടെ പെർമിഷൻ അവർ കൊടുക്കാതിരുന്നത്. വളരെ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ മാച്ചു പിച്ചുവിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, അതും വളരെ ചെറിയ ഭാഗങ്ങൾ. എന്നാൽ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങളാണ്. സംവിധായകനായ ശങ്കർ വളരെ വാശിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിഷന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ടാണ് കേവലം ഒരു പാട്ടിന് വേണ്ടി 7 ലോകാത്ഭുതങ്ങളിൽ പോയി അദ്ദേഹം പാട്ട് ഷൂട്ട് ചെയ്തത്. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിച്ചു, ഇതൊക്കെ ഉള്ളതാണോടെ എന്നൊക്കെ എല്ലാവരും ചോദിച്ചപ്പോഴും മാച്ചു പിച്ചുവിൽ പോയി ഷൂട്ട് ചെയ്തതിന്റെ പിന്നിലെ രഹസ്യം ശങ്കർ ആരോടും പറഞ്ഞില്ല. എന്നാൽ വാസ്തവത്തിൽ ഇത്രയേറെ റിസ്ക് ഉള്ള ഒരു കാര്യം അവർ സാധിച്ചെടുത്തതിന്റെ പിന്നിലെ രഹസ്യം ഇന്ത്യൻ ഹൈ കമ്മീഷനാണ്. സംവിധായകനായ ശങ്കറും നിർമ്മാതാവായ കലാനിധി മാരനും ഇന്ത്യൻ ഹൈ കമ്മീഷനെ ചെന്ന് കാണുകയും വലിയ തുക മുടക്കി പെറു ഗവൺമെന്റിനോട് പ്രത്യേകം റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് അവർ പെർമിഷൻ വാങ്ങിയത്. അപ്പോഴും ഓർക്കുക, ഇത് ലോകത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്. എന്നാൽ സിനിമയുടെ പാട്ട് ഹിന്ദിയിൽ ഇറങ്ങിയപ്പോൾ ബോളിവുഡ് സിനിമ ആദ്യമായി മാച്ചു പിച്ചുവിൽ പോയി ഷൂട്ട് ചെയ്തു എന്ന് ആളുകൾ പറഞ്ഞു വരുത്തി. അല്ലെങ്കിലും അവർക്ക് വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് കോപ്പി അടിക്കാൻ മാത്രമല്ലേ അന്നും ഇന്നും അറിയൂ. എന്നാൽ മാച്ചു പിച്ചുവിൽ പോയി ഷൂട്ട് ചെയ്തപ്പോൾ നടീനടന്മാർക്കുൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് പല രോഗങ്ങൾ വരികയും ആരോഗ്യം മോശമായത് മൂലം ഷൂട്ടിംഗ് കുറെ കാലം നിർത്തിവെച്ചതായും അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. ഭഗവാൻ 2009 പ്രശാന്ത് മാമ്പള്ളി സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയാണ് ഭഗവാൻ. 12 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമ എന്ന ടൈറ്റിലോട് കൂടിയാണ് സിനിമാ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് ഇതൊരു വലിയ റെക്കോർഡായിരുന്നു. എന്നാൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലോജിക്കലി ഇത് പോസിബിൾ ആണോ? കാരണം ആ സിനിമയിൽ 150ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. 2 മണിക്കൂർ 38 മിനിറ്റാണ് സിനിമയ്ക്ക് ദൈർഘ്യം. ഇത്രയും വലിയ സിനിമ എങ്ങനെയാണ് 12 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ഉള്ളതാണോ അതോ തള്ളാണോ എന്നൊക്കെ നമ്മളുടെ ചിന്തകളിൽ വന്നേക്കാം. എന്നാലും എങ്ങനെയായിരിക്കും 12 മണിക്കൂർ കൊണ്ട് അവർ ആ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ആശുപത്രിയിൽ തീവ്രവാദികൾ കയറിക്കൂടുകയും അവരെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഭഗവാൻ എന്ന സിനിമയുടെ കഥ. വാസ്തവത്തിൽ ഭഗവാൻ എന്ന സിനിമ ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനുള്ള ഒരു ട്രിബ്യൂട്ടാണ്. രാവിലെ 7 തൊട്ട് രാത്രി 7 വരെയുള്ള 12 മണിക്കൂർ കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അപ്രതീക്ഷിതമായ മഴ സംഭവിച്ചത് മൂലം 12 മണിക്കൂർ എന്നത് 19 മണിക്കൂറായി പോയി എന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ സിനിമ ഷൂട്ട് ചെയ്യാൻ അവർ കാണിച്ച ഒരു വലിയ ട്രിക്കാണ് 6ലധികം ക്യാമറകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് സിനിമ ഷൂട്ട് ചെയ്തു എന്നുള്ളത്. അതുമാത്രമല്ല, കൂടുതലും സിംഗിൾ ഷോട്ടുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 19 മണിക്കൂർ കൊണ്ട് 150ലധികം ആർട്ടിസ്റ്റുകളെ വെച്ച് 2.5 മണിക്കൂറുള്ള സിനിമ 6 ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എന്തൊക്കെയാണെങ്കിലും ഭഗവാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ ചൊല്ലി ഒരുപാട് കോൺസ്പിറസീസ് ഇപ്പോഴുമുണ്ട്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബേബീസ് ഡേ ഔട്ട് 1994 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയാണ് ബേബീസ് ഡേ ഔട്ട്. ചെറുപ്പത്തിൽ ഈ സിനിമ മലയാളം ട്രാൻസ്ലേഷനിൽ ടിവിയിൽ കാണിച്ചിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രം 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ സിനിമ കാണുന്ന സമയത്ത് ആ 9 മാസം പ്രായമുള്ള കുട്ടി റോഡിലൂടെയും ബിൽഡിങ്ങിന്റെ മുകളിലൂടെയും പല സ്ഥലത്തു കൂടി അപകടകരമായി നടക്കുന്നതും ഇരിക്കുന്നതും യാത്ര ചെയ്യുന്നതുമായി കാണാം. അതുമാത്രമല്ല, അപകടകാരിയായ ഒരു ഗൊറില്ലയുടെ കൂടെ ആ കുട്ടി ഇരിക്കുന്നതും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സിനിമയിലുടനീളം ആ 9 മാസം പ്രായമുള്ള കുട്ടി ഒരുപാട് നേരം കരയുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. സിനിമ കണ്ട എല്ലാവർക്കും ലോജിക്കലി ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ്, ഇത്രയും റിസ്ക് എടുത്ത് അഭിനയിക്കുകയും സിനിമയിൽ ഉടനീളം കരയാതെ ഈ 9 മാസം പ്രായമുള്ള കുട്ടി എങ്ങനെയാണ് അഭിനയിച്ചത് എന്ന്. വാസ്തവത്തിൽ സിനിമയിൽ കാണിക്കുന്നത് ഒരു കുട്ടിയെയാണെങ്കിലും 2 കുട്ടികളെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ ഇരട്ട കുട്ടികളായിരുന്നു. എന്നാൽ അപകടകരമായ പല സ്ഥലത്തുകൂടെ കുട്ടി നടന്നു പോകുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതവർ ഷൂട്ട് ചെയ്തത് യഥാർത്ഥത്തിലാണ്.
പക്ഷേ അവിടെ കുട്ടി ഉണ്ടായിരുന്നില്ല. പകരം ആ കുട്ടിയുടെ അതേ രൂപത്തിലുള്ള ഒരു റിമോട്ട് കൺട്രോളർ ടോയ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കണ്ടാൽ ഒരു മനുഷ്യക്കുഞ്ഞാണെന്ന് തോന്നുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു കുഞ്ഞു ബേബി ടോയിയെ അവർ ഉണ്ടാക്കിയെടുത്തത്. റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ടോയ് ആണ് ഒരുപാട് റിസ്ക് ഉള്ള സീനുകളിൽ അഭിനയിച്ചത്. ഇനി സിനിമയിലെ ഒരു ഭാഗത്തായി ആ ഒരു കുട്ടി ഗൊറില്ലയുടെ കൂടെ ഇരിക്കുന്നതായി കാണാം. എന്നാൽ ആ സീനിലെ കുട്ടി ഒറിജിനൽ കുഞ്ഞു തന്നെയാണ്. എന്നാൽ ഗൊറില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വാസ്തവത്തിൽ അനിമാട്രോണിക്സ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഒരു മെഷീൻ ഗൊറില്ലയാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ അതുകൊണ്ട് മാത്രം തീർന്നില്ല. ഈ കുഞ്ഞിന് ഒരു ഡ്യൂപ്പ് അഭിനയിച്ചിരുന്നു. വെർണർ ട്രോയർ എന്ന ഉയരം കുറഞ്ഞ വ്യക്തിയാണ് ആ കുഞ്ഞിന് ബോഡി ഡബിളായി അഭിനയിച്ചത്. അതുമാത്രമല്ല, ആഡം റോബർട്ട് വോട്ടൺ, ജേക്കബ് ജോസഫ് വോട്ടൺ എന്നീ 2 ഇരട്ട കുഞ്ഞുങ്ങളാണ് സിനിമയിൽ 2 കുട്ടികളായി മാറി മാറി അഭിനയിച്ചത്. ഇത്തരത്തിൽ സിനിമ കണ്ടപ്പോൾ നമുക്കുണ്ടാകുന്ന ലോജിക്കൽ സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളെക്കുറിച്ചുള്ള ഒരു സെക്കൻഡ് പാർട്ട് കൂടി ചെയ്യാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.